നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷാദ് എസ്.കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, എസ്.കെ സെൻറ്റർ, ആറ്റിങ്ങൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് ഗ്ലൂക്കോസ്, എന്താണ് ഷുഗർ, എന്താണ് ഫ്രക്ടോസ്. ഇവയെക്കുറിച്ചെല്ലാം അടിസ്ഥാനപരമായി നമുക്കെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പലരും സംസാരിക്കുന്നത് രക്തത്തിലെ പഞ്ചസാര കൂടി. ഈ രക്തത്തിലെ പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസാണ്. പഞ്ചസാര എല്ലാം ഒഴിവാക്കിയാണ് ഭക്ഷണം. അവിടെ പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്നത് ടേബിൾ ഷുഗറാണ്. പിന്നെ എന്ത് ഭക്ഷണം പറഞ്ഞിരുന്നാലും അതിലെല്ലാത്തിലും മധുരം അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെല്ലാത്തിലും പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എന്നും മിക്കവരും പറയും. അതിൽ വ്യത്യാസമുണ്ട്. അന്നജത്തിൽ അടങ്ങിയിരിക്കുന്നത് മിക്കതും ഗ്ലൂക്കോസാണ്. പഴങ്ങളിൽ കൂടുതലും അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസാണ്. എന്നാൽ വളരെ തെറ്റിദ്ധരിച്ചു പോകുന്ന ചില ആഹാര സാധനങ്ങളിൽ അടങ്ങിയിരിക്കുന്നതും ഫ്രക്ടോസാണ്. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ബ്രെഡ്, കേക്ക്, ജാം, സോസ്, സോഡ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഷുഗർ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ അടങ്ങിയിരിക്കുന്ന ഷുഗർ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രക്ടോസാണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, പിന്നെ ടേബിൾ ഷുഗർ അഥവാ പഞ്ചസാര, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും ഇവയൊക്കെ എങ്ങനെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും കൂടുതലായി ഞാൻ സംസാരിക്കുന്നത് ഫ്രക്ടോസിനെ കുറിച്ചാണ്. കാരണം ഫ്രക്ടോസ് ഒരു നിരപരാധിയാണ് എന്ന് ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഫ്രക്ടോസ് കാരണം പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് ശാസ്ത്രലോകത്തിന് ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. എന്താണ് ഈ ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് എന്നാൽ നമ്മുടെ ശരീരത്തിൽ അന്നജം വിഘടിച്ചുണ്ടാകുന്ന 6 കാർബൺ അടങ്ങിയ ഒരു സിമ്പിൾ ഷുഗറാണ്. അപ്പോൾ ഗ്ലൂക്കോസ് വേണം. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും വേണ്ട പ്രധാന ഊർജ്ജ സ്രോതസ്സ് ഗ്ലൂക്കോസാണ്. ഗ്ലൂക്കോസ് വേണ്ട രീതിയിൽ ശരീരത്തിന് ലഭ്യമായില്ലെങ്കിൽ കൊഴുപ്പിൽ നിന്നും പ്രോട്ടീൻസിൽ നിന്നും ശരീരത്തിന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. ഇവയൊക്കെയാണ് ഗ്ലൂക്കോസിൻ്റെ പ്രത്യേകത. ഇനി ഫ്രക്ടോസ് എന്നാൽ മധുര പലഹാരങ്ങളിലും അല്ലെങ്കിൽ പ്രകൃതിദത്തമായി ഉണ്ടായിരിക്കുന്നത് പഴങ്ങളിലുമാണ്. അപ്പോൾ ഈ ഫ്രക്ടോസിനും 6 കാർബൺ മോളിക്യൂളാണ്. ഫ്രക്ടോസിനെ മെറ്റബോളൈസ് ചെയ്യാൻ എല്ലാ കോശങ്ങൾക്കും ആകില്ല. ആകുന്നത് കരളിലെ കോശങ്ങൾക്കാണ്. ശരീരത്തിന് കൂടുതൽ ഫ്രക്ടോസ് എത്തിയാൽ കരളിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരുന്നു. കരളിന് കൂടുതൽ പ്രയത്നിക്കേണ്ടി വന്നാൽ കരളിൽ കൊഴുപ്പടിയുന്നത് കാരണമുണ്ടാകുന്ന കൊളസ്ട്രോൾ കൂടുക, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുക, പൊണ്ണത്തടി ഉണ്ടാകുക, ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുക, മെറ്റബോളിക് സിൻഡ്രോം എന്ന അവസ്ഥ വരിക, ഇല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുക, എന്നിവയെല്ലാം ഫ്രക്ടോസ് കാരണം ഉണ്ടാകും. പക്ഷേ ഫ്രക്ടോസിൻ്റെ ചില പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ നിരപരാധിയാണെന്നേ പറയൂ. കാരണം ഗ്ലൂക്കോസിൻ്റെ അത്ര ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇല്ല ഫ്രക്ടോസിന്. ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന കണക്കുള്ള ഇൻസുലിൻ റെസ്പോൺസും ഫ്രക്ടോസ് ഉണ്ടാക്കുന്നില്ല. ഈ 2 കാര്യങ്ങളില്ലെങ്കിൽ ഫ്രക്ടോസ് നല്ലതല്ലേ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫ്രക്ടോസ് പലതരം അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി നമ്മുടെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ടേബിൾ ഷുഗർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി സൂക്രോസിൽ അടങ്ങിയിരിക്കുന്നത് 50% ഗ്ലൂക്കോസും 50% ഫ്രക്ടോസുമാണ്. കരിമ്പിൽ നിന്നാണല്ലോ സൂക്രോസ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ 1960 കരിമ്പിൽ നിന്നുള്ള പഞ്ചസാരയുടെ ഉൽപ്പാദനം ഉണ്ടെങ്കിലും ഉപഭോഗം കുറയുകയുണ്ടായി. കാരണം വേറൊന്നുമല്ല, കോണിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നുള്ള വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും വില കുറവുമുള്ള ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ ഉപയോഗം വളരെ വളരെ കൂടി. അപ്പോൾ ആ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉപയോഗിക്കുന്നതിന് കാരണവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉപയോഗം കൂടുന്നതോടുകൂടി മിക്ക ഭക്ഷണ സാധനങ്ങളിലും ഫ്രക്ടോസിൻ്റെ അംശം കൂടിയിട്ടുണ്ട്. ഇവിടെയും നമ്മുടെ നാട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ
ഫ്രക്ടോസിൻ്റെ അളവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇല്ലെങ്കിൽ ഈ 3 ഘടകങ്ങളെക്കുറിച്ച് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, ടേബിൾ ഷുഗർ, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ രൂപം കിട്ടിയ സ്ഥിതിക്ക് ഇവ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കൂടി നോക്കാം. അന്നജത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് എത്തുന്നു. ധാരാളം പഴങ്ങളും ഫ്രക്ടോസ് കോൺ സിറപ്പ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ആഹാര സാധനങ്ങൾ, ഉദാഹരണം ബേക്കറി ഐറ്റംസ്, ബ്രെഡ്, കേക്ക്, ജാം, സോസ്, സോഡ, പെപ്സി, കോള, അപ്പോൾ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളിലെല്ലാത്തിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിരിക്കുന്നു. ഫ്രക്ടോസിൻ്റെ അളവും കൂടുതലാണ്. ഇനി നമ്മുടെ ടേബിൾ ഷുഗർ അഥവാ പഞ്ചസാര നാം ചേർക്കുന്നതാണ്. ഒരു ചായയിലോ കോഫിയിലോ ജ്യൂസിലോ എല്ലാം വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇവയിൽ 50% ഗ്ലൂക്കോസും നേരത്തെ സൂചിപ്പിച്ച പോലെ 50% ഫ്രക്ടോസും ആണെങ്കിൽ പോലും ഫ്രക്ടോസിൻ്റെ അളവ് അമിതമായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ടേബിൾ ഷുഗർ ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗവും കുറയ്ക്കുക. ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രായോഗിക വശത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, പലരും പ്രത്യേകിച്ചും പ്രമേഹമുള്ളവർ കാണുന്നത്, മിക്കവരും പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് വയറ് നിറയെ അരിയും ഗോതമ്പും അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് പോലുള്ള ബ്രെഡ്, കേക്ക് പോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫ്രക്ടോസ് അടങ്ങിയ ആഹാര സാധനങ്ങൾ കുറയ്ക്കുക. ഇത് പ്രായോഗികമായി എങ്ങനെ പറ്റും? മിക്ക ആഹാര സാധനങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ടാകാം. മിക്ക പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ പാക്കേജ്ഡ് ഫുഡ് ഇതിലെല്ലാത്തിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ ഇവയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ടേബിൾ ഷുഗറിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നാഷ്, ഫാറ്റി ലിവർ, മെറ്റബോളിക് സിൻഡ്രോം, എന്തിനേറെ അമിതവണ്ണം, പ്രമേഹമുള്ളവർക്ക് രക്തം നിയന്ത്രിക്കാനും മറ്റുമെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ച് തുടങ്ങിയാൽ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.